അധ്യായം 46. സൂറത്തുൽ അഹ്ഖാഫ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 35. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപശാലിയും അഗാധജ്ഞനുമായ അല്ലാഹുവിൽ നിന്നാകുന്നു. മാ ഖലഖനസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വഅജലിൻ മുസമ്മാ വല്ലദീന കഫറൂ അമ്മാ ഉൻദിറൂ മുഅ്രിദൂൻ. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളെയും ന്യായമായ ഉദ്ദേശത്തോടെയും ഒരു നിശ്ചിത അവധിയോടുകൂടിയും മാത്രമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. സത്യനിഷേധികളാകട്ടെ അവർക്ക് നൽകപ്പെടുന്ന താക്കീതുകളെ അവഗണിച്ചു തിരിഞ്ഞുകളയുന്നവരാണ്. قُلْ أَرَأَيْتُمْ مَا تَدْعُونَ مِن دُونِ اللَّهِ أَرُونِي مَاذَا خَلَقُوا مِنَ الْأَرْضِ أَمْ لَهُمْ شِرْكٌ فِي السَّمَاوَاتِ ائْتُونِي بِكِتَابٍ مِّن قَبْلِ هَذَا أَوْ أَثَارَةٍ مِّنْ عِلْمٍ إِن كُنتُمْ صَادِقِينَ. നബിയെ, താങ്കൾ പറയുക, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ കണ്ടുവോ? ഭൂമിയിൽ നിന്ന് ഏതു ഭാഗമാണ് അവർ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരിക. അല്ലെങ്കിൽ ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുണ്ടോ? ഇതിനു മുമ്പുള്ള ഏതെങ്കിലും വേദഗ്രന്ഥമോ അറിവിന്റെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും അവശിഷ്ടമോ പ്രമാണമോ എനിക്ക് നിങ്ങൾ കൊണ്ടുവരുവിൻ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. وَمَنْ أَضَلُّ مِمَّنْ يَدْعُو مِن دُونِ اللَّهِ مَنْ لَا يَسْتَجِيبُ لَهُ إِلَى يَوْمِ الْقِيَامَةِ وَهُمْ عَنْ دُعَائِهِمْ غَافِلُونَ. അന്ത്യനാൾ വരെ ഉത്തരം നൽകാത്തവരെ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരാണ്? അവരാകട്ടെ ഇവരുടെ ആരാധനയെക്കുറിച്ച് അറിയാത്തവരുമാകുന്നു. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. മാത്രമല്ല, അന്ത്യനാളിൽ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർ ആ ആരാധ്യ വസ്തുക്കൾ ഇവരുടെ ശത്രുക്കളായി തീരുകയും ഇവരുടെ ആരാധനയെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلْحَقِّ لَمَّا جَاءَهُمْ هَذَا سِحْرٌ مُبِينٌ. നമ്മുടെ ആയത്തുകൾ അവർക്ക് വ്യക്തമായ നിലയിൽ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ സത്യം തങ്ങൾക്ക് വന്നെത്തിയ സന്ദർഭത്തിൽ അതിനെപ്പറ്റി ഇത് വ്യക്തമായ മാരണമാണ് എന്ന് ആ സത്യനിഷേധികൾ പറയും. أَمْ يَقُولُونَ افْتَرَاهُ قُلْ إِنِ افْتَرَيْتُهُ فَلَا تَمْلِكُونَ لِي مِنَ اللَّهِ شَيْئًا هُوَ أَعْلَمُ بِمَا تُفِيضُونَ فِيهِ كَفَى بِهِ شَهِيدًا بَيْنِي وَبَيْنَكُمْ وَهُوَ الْغَفُورُ الرَّحِيمُ. അതല്ല, ഇത് അദ്ദേഹം നബി കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുവോ? നബിയെ, അവരോട് താങ്കൾ പറയുക, അത് ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഒട്ടും കഴിയുന്നതല്ല. ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിനെപ്പറ്റി അവൻ ഏറ്റവും അറിയുന്നവനാണ്. എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ തന്നെ മതി. അവൻ ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു.
قل ما كنت بدعا من الرسل وما أدري ما يفعل بي ولا بكم إن أتبع إلا ما يوحى إلي وما أنا إلا نذير مبين. നബിയെ പറയുക, ഞാൻ ദൂതന്മാരിൽ ഒന്നാമനല്ല. എന്നെക്കൊണ്ടും നിങ്ങളെക്കൊണ്ടും എന്ത് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയുകയുമില്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നത് മാത്രമാണ് ഞാൻ പിന്തുടരുന്നത്. ഞാൻ കേവലം സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. നബിയെ, താങ്കൾ പറയുക, ഇത് ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതായിരിക്കുകയും അതിനെ നിങ്ങൾ നിഷേധിക്കുകയുമാണെങ്കിൽ, അതേസമയം ഇസ്രായേലിൽപ്പെട്ട ഒരു സാക്ഷി ഈ ഖുർആന് തുല്യമായ ഒന്നിന് സാക്ഷ്യം വഹിക്കുകയും അതിനെ അയാൾ വിശ്വസിക്കുകയും നിങ്ങൾ വിശ്വസിക്കാതെ അഹംഭാവം നടിക്കുകയും ചെയ്തു, എന്നാൽ നിങ്ങൾ അക്രമികൾ തന്നെയല്ലേ? നിങ്ങൾ എന്നോട് പറയുക, തീർച്ചയായും അക്രമികളായ ജനതയെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. സത്യനിഷേധികൾ സത്യവിശ്വാസികളെപ്പറ്റി പറയുകയാണ്, ഇത് നബി കൊണ്ടുവന്നത് ഒരു നല്ല കാര്യമായിരുന്നെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പ് ഇവരിതിലേക്ക് വരുമായിരുന്നില്ല. അവരിത് ഖുർആൻ മൂലം സന്മാർഗം പ്രാപിക്കാതിരിക്കുമ്പോൾ പറയുന്നു, ഇതൊരു പഴയ കള്ളമാണെന്ന്. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. മൂസായുടെ വേദം ഇതിനു മുമ്പ് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും കാരുണ്യമായും വന്നിട്ടുണ്ട്. ഇതാകട്ടെ അറബി ഭാഷയിലായിക്കൊണ്ട് മൂസാ നബിയുടെയും മറ്റും ഗ്രന്ഥങ്ങളെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥവുമാണ്. അക്രമം പ്രവർത്തിച്ചവർക്ക് മുന്നറിയിപ്പ് നൽകാനും സൽക്കർമ്മം ചെയ്തവർക്ക് സന്തോഷവാർത്തയായിക്കൊണ്ടും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ചൊവ്വായി നിൽക്കുകയും ചെയ്തവർ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവരൊട്ട് ദുഃഖിക്കുകയുമില്ല. ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ സ്വർഗാവകാശികളാകുന്നു. തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി അതിലവർ ശാശ്വതമായി നിവസിക്കുന്നവരാണ്. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا
وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. മനുഷ്യനോട് അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നാം കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് വിഷമത്തോടെ അവനെ ഗർഭം ചുമക്കുകയും വിഷമത്തോടെ തന്നെ പ്രസവിക്കുകയും ചെയ്തു. അവനെ ഗർഭം ചുമന്ന കാലവും അവന്റെ മുലകുടി അവസാനിപ്പിച്ച കാലവും കൂടി 30 മാസമാകുന്നു. അങ്ങനെ തന്റെ ശക്തിയുടെ പ്രായമെത്തുകയും 40 വയസ്സാകുകയും ചെയ്തപ്പോൾ അവൻ പറയും, എന്റെ റബ്ബേ, എന്റെയും എന്റെ മാതാപിതാക്കളുടെയും മേൽ നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി ചെയ്യാനും നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എനിക്ക് പ്രചോദനം ചെയ്യുകയും എന്റെ സന്താനങ്ങളിൽ എനിക്കു നീ നന്മ വരുത്തി തരികയും ചെയ്യണമേ. തീർച്ചയായും നിന്റെ അടുത്തേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവൻ തന്നെയാണ്. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. അത്തരക്കാരുടെ നല്ല പ്രവർത്തനങ്ങൾ നാം സ്വീകരിക്കുകയും അവരുടെ തിന്മകൾ നാം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാകുന്നു. അവർ സ്വർഗക്കാരിൽപ്പെട്ടവരായിരിക്കും. അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്ന സത്യമായ വാഗ്ദാനമായിരിക്കും. വാഗ്ദാനത്തിന്റെ ഫലമായിരിക്കും അത്. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. തന്റെ മാതാപിതാക്കളോട്, നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം വൃത്തിഹീനം തന്നെ. ഞാൻ മരണശേഷം ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? എന്റെ മുമ്പ് പല തലമുറകളും കഴിഞ്ഞുപോയിട്ടുണ്ട്, അവരാരും ഇതേവരെയും പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നവൻ അവർ രണ്ടുപേരുമാകട്ടെ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടുമിരിക്കുന്നു. മകനോട് അവർ പറയുന്നു, നിനക്ക് നാശം. മരണാനന്തര ജീവിതത്തിൽ നീ വിശ്വസിക്കുക, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഇത് പൂർവികരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല. أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. ഇങ്ങനെയുള്ളവരുടെ മേൽ നമ്മുടെ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ജിന്നുകളിലും മനുഷ്യരിലും നിന്ന് ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും, കാരണം അവർ നഷ്ടപ്പെട്ടവർ തന്നെയാകുന്നു. وَلِكُلٍّ دَرَجَاتٌ مِّمَّا عَمِلُوا وَلِيُوَفِّيَهُمْ أَعْمَالَهُمْ وَهُمْ لَا يُظْلَمُونَ. തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന് എല്ലാവർക്കുമുണ്ട് പദവികൾ. തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയും ആകുന്നു അത്. അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ أَذْهَبْتُمْ طَيِّبَاتِكُمْ فِي حَيَاتِكُمُ الدُّنْيَا وَاسْتَمْتَعْتُمْ بِهَا فَالْيَوْمَ تُجْزَوْنَ عَذَابَ الْهُونِ بِمَا كُنتُمْ تَسْتَكْبِرُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَبِمَا كُنتُمْ تَفْسُقُونَ. സത്യനിഷേധികൾ നരകത്തിൽ വെളിവാക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും,
നിങ്ങളുടെ വിശിഷ്ട വസ്തുക്കളെല്ലാം ഐഹിക ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുകയും അവ കൊണ്ട് സുഖമെടുക്കുകയും ചെയ്തു. അത് മുഖേന ഒട്ടും ന്യായമില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുകയും ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിനാൽ ഇന്ന് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷ പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. ആദ് ഗോത്രത്തിന്റെ സഹോദരനെ ഹൂദ് നബിയെ ഓർക്കുക. അതായത് അഹ്കാഫിലുള്ള തന്റെ ജനതയെ നബി താക്കീത് ചെയ്ത സന്ദർഭം. അദ്ദേഹത്തിന്റെ മുമ്പും പിമ്പും പല താക്കീതുകാരും കഴിഞ്ഞുപോയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുക തന്നെ ചെയ്യുന്നു. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചു കളയാനാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? നീ സത്യവാദികളിൽ പെട്ടവനാണെങ്കിൽ നീ ഞങ്ങൾക്ക് നൽകുന്ന താക്കീത് ശിക്ഷ ഞങ്ങൾക്കിങ്ങ് കൊണ്ടുവാ. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون. നബി പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹുവിൽ മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു. പക്ഷേ വിവരമില്ലാത്ത ഒരു ജനതയായാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. فَلَمَّا رَأَوْهُ عَارِضًا مُسْتَقْبِلَ أَوْدِيَتِهِمْ قَالُوا هَذَا عَارِضٌ مُمْطِرُنَا بَلْ هُوَ مَا اسْتَعْجَلْتُمْ بِهِ رِيحٌ فِيهَا عَذَابٌ أَلِيمٌ. അങ്ങനെ അതിനെ, ആ ശിക്ഷയെ, തങ്ങളുടെ താഴ്വരകളുടെ നേരെ മുന്നിട്ട് വരുന്ന ഒരു മേഘമായി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ നമുക്ക് മഴ നൽകുന്ന ഒരു മേഘം. അല്ല, നിങ്ങൾ ഏതൊന്നിനെപ്പറ്റി ധൃതി കൂട്ടിയിരുന്നുവോ അതാണത്. അതേ വേദനാജനകമായ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു കാറ്റ്. تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين. തന്റെ റബ്ബിന്റെ കൽപ്പനയനുസരിച്ച് അത് എല്ലാ വസ്തുക്കളെയും തകർത്തുകളയും. അങ്ങനെ അവർ വാസസ്ഥലമല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത നിലയിലായി തീർന്നു. കുറ്റവാളികളായ ജനതയ്ക്ക് അത് പ്രകാരം നാം പ്രതിഫലം നൽകുന്നു. وَلَقَدْ مَكَّنَّاهُمْ فِي مَاءٍ مَكَّنَّاكُمْ فِيهِ وَجَعَلْنَا لَهُمْ سَمْعًا وَأَبْصَارًا وَأَفْئِدَةً فَمَا أغنى عنهم سمعهم ولا أبصارهم ولا أفئدتهم من شيء إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. നിങ്ങൾക്ക് നാം സൗകര്യം ചെയ്തു തന്നിട്ടില്ലാത്ത പലതിലും അവർക്ക്, ആദ് ഗോത്രത്തിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു. അവർക്ക് നാം കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയിരുന്നു. എന്നിട്ട് അവരുടെ കേൾവിയാകട്ടെ കാഴ്ചയാകട്ടെ ഹൃദയമാവട്ടെ അവർക്കൊട്ടും പ്രയോജനം ചെയ്തില്ല.
അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ടിരുന്നതിനാൽ അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത് ശിക്ഷ അവരിൽ ഇറങ്ങുക തന്നെ ചെയ്യുകയുമുണ്ടായി. وَلَقَدْ أَهْلَكْنَا مَا حَوْلَكُمْ مِنَ الْقُرَى وَصَرَّفْنَا الْآيَاتِ لَعَلَّهُمْ يَرْجِعُونَ. തീർച്ചയായും നിങ്ങളുടെ ചുറ്റുമുള്ള ചില നാടുകളെയും നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ മടങ്ങേണ്ടതിനായി പല ദൃഷ്ടാന്തങ്ങളും വ്യത്യസ്ത രൂപത്തിൽ നാം വിവരിക്കുകയും ചെയ്തു. فَلَوْلَا نَصَرَهُمُ الَّذِينَ اتَّخَذُوا مِن دُونِ اللَّهِ قُرْبَانًا آلِهَةً بَلْ ضَلُّوا عَنْهُمْ وَذَلِكَ إِفْكُهُمْ وَمَا كَانُوا يَفْتَرُونَ. അള്ളാഹുവിന് പുറമെ അവനിലേക്ക് അടുപ്പിക്കാൻ അവർ ഇലാഹുകളാക്കി വെച്ച വസ്തുക്കൾ എന്തുകൊണ്ട് അവരെ അപ്പോൾ സഹായിച്ചില്ല? മാത്രമല്ല, ആ ഇലാഹുകൾ അവരെ വിട്ട് മറഞ്ഞു പോവുകയാണ് ചെയ്തത്. അത് അവരുടെ കള്ളവാദവും അവർ കെട്ടിച്ചമച്ചിരുന്നതുമാകുന്നു. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوهُ قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ مُنذِرِينَ. നബിയെ, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നവരായി താങ്കളുടെ അടുത്തേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. അങ്ങനെ അവർ അതിന്റെ അടുത്തേക്ക് സന്നിഹിതരായപ്പോൾ നിശബ്ദത പാലിക്കുക എന്നവർ അന്യോന്യം പറഞ്ഞു. അങ്ങനെ ഖുർആൻ പാരായണം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജനതയുടെ അടുത്തേക്ക് താക്കീത് ചെയ്യുന്നവരായിക്കൊണ്ട് അവർ തിരിഞ്ഞുപോയി. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. എന്നിട്ട് തങ്ങളുടെ ജനതയോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ജനങ്ങളെ, തീർച്ചയായും ഒരു വേദം പാരായണം ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു. മുമ്പുള്ള വേദങ്ങളെ ശരിവെച്ചുകൊണ്ട് അത് മൂസ അലൈഹിസ്സലാമിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടിരിക്കയാണ്. അത് സത്യത്തിലേക്കും ശരിയായ മാർഗത്തിലേക്കും വഴി കാണിക്കുന്നു. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم. ഞങ്ങളുടെ ജനങ്ങളെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നയാൾക്ക്, ദൂതന് നിങ്ങൾ ഉത്തരം ചെയ്യുകയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരികയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷിക്കുകയും ചെയ്യും. ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. അള്ളാഹുവിലേക്ക് വിളിക്കുന്നയാൾക്ക് ആരെങ്കിലും ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അവന് കഴിയുകയില്ല. അള്ളാഹുവിന് പുറമെ യാതൊരു രക്ഷാധികാരികളും അവനുണ്ടാവുകയുമില്ല. അവർ വ്യക്തമായ ദുർമാർഗത്തിലാവുന്നു. أَوَلَمْ يَرَوْا أَنَّ اللَّهَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَلَمْ يَعْيَ بِخَلْقِهِنَّ بِقَادِرٍ عَلَى أَن يُحْيِيَ الْمَوْتَى بَلَى إِنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ക്ഷീണം ബാധിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണെന്ന് അവർക്കറിഞ്ഞുകൂടെ? അതെ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെയാണ്.
ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. സത്യനിഷേധികൾ നരകത്തിന്മേൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം ഇത് സത്യം തന്നെയല്ലേ എന്നവരോട് ചോദിക്കപ്പെടും. അവർ പറയും, അതെ, ഞങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അവൻ അല്ലാഹു പറയും, എന്നാൽ നിങ്ങൾ സത്യം നിഷേധിച്ചുകൊണ്ടിരുന്നതിനാൽ ശിക്ഷ രുചിച്ചു നോക്കുക. فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. അതുകൊണ്ട് നബിയെ, റസൂലുകളാകുന്ന ദൃഢചിത്തന്മാർ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കുക. അവർക്ക് വേണ്ടി താങ്കൾ ധൃതി കൂട്ടേണ്ട. അവരോട് താക്കീത് ചെയ്യപ്പെടുന്നത് ശിക്ഷ അവർ കാണുന്ന ദിവസം ഒരു പകലിൽ നിന്നുള്ള ഒരു മണിക്കൂറല്ലാതെ ഭൗതിക ലോകത്ത് അവർ താമസിച്ചിട്ടില്ലെന്ന പോലെയിരിക്കും. ഇത് ഒരു പ്രബോധനമാണ്. എന്നാൽ ധിക്കാരികളായ ജനതയല്ലാതെ നശിപ്പിക്കപ്പെടുമോ?